السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരുമിച്ചുകൂടൽ നമ്മളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ ജന്നാത്തുൻ നഈമിൽ അള്ളാഹു നമ്മെ എല്ലാം ഒരുമിപ്പിക്കട്ടെ. നമ്മിൽ വന്നുപോയ എല്ലാവിധ പാപങ്ങളും പടച്ചവൻ നമുക്ക് പരിപൂർണമായി മാപ്പാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും ആനന്ദത്തിലും ആക്കുമാറാവട്ടെ. നമ്മെല്ലാം ഇഹത്തിലും പരത്തിലും വിജയിച്ചവരിൽ അള്ളാഹു ചേർക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഹറം മാസം അൽഹംദുലില്ലാഹ് സമാഗതമായി. ധാരാളം പ്രത്യേകതകളുള്ള ഒരു മാസമാണ് മുഹറം. ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് മുഹറം. അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ അവന്റെ അടിമകൾക്ക് നൽകിയ ഒരു മാസമാണ് മുഹറം. അതുകൊണ്ട് തന്നെ 12 മാസങ്ങളിൽ പവിത്രമായ 4 മാസമുണ്ടല്ലോ, അതിൽപ്പെട്ടൊരു മാസമാണ് മുഹറം മാസം. അള്ളാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നായകൻ, വിശ്വത്തിന്റെ വസന്തം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങൾ മുഹറമിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിന്റെ മാസമാകുന്ന മുഹറമിലെ നോമ്പാണ് എന്ന്. അപ്പോൾ മുഹറം കഴിഞ്ഞാൽ പിന്നെ ഒരു ശ്രേഷ്ഠമായ മാസമായി എണ്ണപ്പെട്ട മാസമാണ് മുഹറം. എന്താണ് മുഹറമിന്റെ പ്രത്യേകത? ലോകത്തെ മർദ്ദിത വിഭാഗങ്ങൾക്ക്, പീഡിത ജനവിഭാഗങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ഒരു മാസമാണ് മുഹറം. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിന് മുമ്പുള്ള ജനത അഥവാ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ പോലും മുഹറമിനെ പവിത്രമായി കണ്ടിരുന്നു എന്നുള്ളതാണ്. മുഹറമിനോടുള്ള ആദരവും ബഹുമാനവും കാത്തു സൂക്ഷിച്ചവരായിരുന്നു ഇസ്ലാമിന് മുമ്പ് ജീവിച്ചിരുന്നവർ തന്നെ. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ ചെയ്ത് മദീനയിൽ എത്തിയപ്പോൾ മദീനയിലുള്ള ജൂതന്മാരൊക്കെ മുഹറം 10 ആശുറാന്റെ ദിവസം നോമ്പെടുക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് അന്വേഷിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ ദിവസം നോമ്പെടുക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഹാദാ യൗമുൻ നജ്ജല്ലാഹു മൂസാ മിൻ ഫിർഔൻ. നബിയെ, ഇത് ഈ ആശുറാ മുഹറം 10 ദിവസം അല്ലാഹു തആല അവന്റെ പ്രവാചകനായ മൂസ നബി അലൈഹിസ്സലാമിനെ ലോകത്ത് ധിക്കാരിയായി മാണലിരുന്ന ഒരു ഫറോവയുണ്ട് ഫിർഔൻ, അവന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു ദിവസമാണ് മൂസ നബി അലൈഹിസ്സലാമിനെയും ബനൂ ഇസ്രായീലിനെയും. മാത്രമല്ല, യൗമൻ അഗ്റഖല്ലാഹു ഫിർഔന വജുനൂദഹു ഫിൽ ബഹ്റിൽ അഹ്മർ. ചെങ്കടലിൽ ഫിർഔനിനെയും അവന്റെ അനുയായികളെയും അവന്റെ സൈന്യത്തെയും അല്ലാഹു തആല മുക്കിക്കൊന്ന ദിവസവുമാണിത്. അപ്പോൾ അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹം ഒരു ജനതയ്ക്ക് കിട്ടിയ, നമ്മുടെ പ്രവാചകനായ മൂസ നബി അലൈഹിസ്സലാമിനെ കിട്ടിയ ദിവസമായതുകൊണ്ട് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ മുഹറം 10 നോമ്പെടുക്കുന്നത്. അപ്പോൾ പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ എന്തായിരുന്നു? നഹ്നു ഔലാ ബി മൂസ, നിങ്ങളെക്കാൾ മൂസ നബി അലൈഹിസ്സലാമിനോട് ഏറ്റവും കടമയും കടപ്പാടുമുള്ളത് ഞങ്ങൾക്കാണ്. കാരണം ജൂതന്മാർ മൂസ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളായിരുന്നെങ്കിലും അവർ അദ്ദേഹത്തിന്റെ മതത്തിൽ നിന്നും ആദർശത്തിൽ നിന്നും പാടെ വിട്ടിരുന്നു. അവർക്ക് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പ്രവാചകനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗഹീദും റിസാലത്തും അതുപോലത്തെ ആദർശവും കൊണ്ടുവന്ന ആളാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ പ്രവാചകനെ അതുപോലെ അനുധാവനം ചെയ്യുന്ന, അതേപോലെ ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ എന്നുള്ള നിലയിൽ ആ മൂസ നബിയോട് കടമയും ബാധ്യതയുമുള്ള എനിക്കാണ്. അതുകൊണ്ട് ഞാൻ മുഹറം 10 നോമ്പെടുക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ആശുറാ ദിവസം നോമ്പെടുത്തു. പിന്നെ അങ്ങനെ ആശുറാ ദിവസം ജൂതന്മാരെ പോലെ നോമ്പെടുക്കുമ്പോൾ അവരെ പോലെ യോജിക്കുമല്ലോ. ആദർശത്തിലോ പാരമ്പര്യത്തിലോ ജൂതന്മാരോട് ഒരു നിലയിലും നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, അവരോടുള്ള മാറ്റം എന്നതിന്റെ പേരിൽ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നാൽ മുഹറം 9 കൂടി ഞാൻ നോമ്പെടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് നമുക്ക് മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ് സുന്നത്തായി വരുന്നത്. അതിനൊരുപാട് മഹത്വങ്ങളുമുണ്ട്. അള്ളാഹു അനുഷ്ഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വരുന്ന വേഴവും വെള്ളിയുമാണ് മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ് നമുക്കുള്ളത്. പ്രിയമുള്ളവരെ, ലോകത്ത് അല്ലാഹു തആല 1,24,000-ൽ പരം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അവരുടെ പ്രധാന ദൗത്യം അല്ലാഹു തആല ഏൽപ്പിച്ചത് പ്രബോധനമാണ്. അഥവാ മനുഷ്യരെ, സൃഷ്ടികളെ സൃഷ്ടാവായ അല്ലാഹുവിലേക്ക് നയിക്കുക, മനുഷ്യന്റെ ഭൗതിക ലോകത്തുള്ള ഇരുളുകളിൽ നിന്ന് അല്ലാഹുവിന്റെ ഹിദായത്തിന്റെ പ്രകാശത്തിലേക്ക് നയിക്കുക. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം. എന്നാൽ ഓരോ പ്രവാചകന്മാരും അവരെ ഏത് കാലഘട്ടത്താണോ അള്ളാഹു നിയോഗിക്കുന്നത് ആ കാലഘട്ടത്ത് പ്രത്യേകമായ ചില ദൗത്യങ്ങൾ കൂടി അള്ളാഹു തആല അവരെ ഏൽപ്പിക്കും. അങ്ങനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തആല ഏൽപ്പിച്ചൊരു ജോലി എന്തെന്നറിയോ? ആ കാലഘട്ടത്തിൽ പീഡിത വർഗമായിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഭരണാധികാരിയുടെ ക്രൂരതകൾക്കും അക്രമങ്ങൾക്കും ഇരയായി ജീവിച്ച പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമുദായം ഉണ്ടായിരുന്നു. അവരാണ് ബനു ഇസ്രായേൽ. അവരെ ഭരണാധികാരിയിൽ നിന്ന് മോചിപ്പിച്ച് അവർക്ക് വിമോചനം നേടിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യം. ബനു ഇസ്രായേൽ ആരാണ്? ബനു ഇസ്രായേൽ, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളിപ്പേരാ. ഇബ്രു ഭാഷയിലെ ഇസ്രായേൽ എന്നതിന്റെ അർത്ഥം അബ്ദുള്ള, അള്ളാഹുവിന്റെ അടിമ എന്നാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിൽക്കാലത്ത് ചരിത്രത്തിൽ അറിയപ്പെട്ടത് ഇസ്രായേൽ എന്നാണ്. അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകൾക്കാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. ഈ ബനു ഇസ്രായേലാകുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മക്കൾ, അതുപോലെ യാക്കൂബ് നബി, അദ്ദേഹത്തിന്റെ പിതാവാകുന്ന ഇസ്ഹാഖ് നബി, ഇവരെല്ലാവരും ജീവിച്ചിരുന്നത് ഫലസ്തീനിലാണ്. എന്നാൽ ഈ ഫലസ്തീനിൽ നിന്ന് മിസ്റിലേക്ക് അഥവാ ആധുനിക ഈജിപ്തിലേക്ക് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും മക്കളും വരാനുള്ള ചരിത്ര പശ്ചാത്തലം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിലെ ഭരണാധികാരിയായി എന്നുള്ളതാണ്. ചരിത്രം വിശാലമാണ്. സൂറത്ത് യൂസുഫിലൂടെ അല്ലാഹു തആല അഹ്സനുൽ ഖസസ്, ഏറ്റവും മനോഹരമായ കഥ പറയുന്നുണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. അതിൽ പറയുന്നത് പോലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിലെത്തി. ഒരുപാട് ചരിത്രം അതിന്റെ ഇടയിലുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ മിസ്റിലെ രാജാവായി, ഭരണാധികാരിയായി പിതാവിനെയും സഹോദരനെയും കൂടി മിസ്റിൽ കൊണ്ടുവന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പുലരുന്നത്, സാക്ഷാത്കരിക്കുന്നത്. ഇന്നി റഅയ്തു അഹദ അശറ കൗകബ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. 12ാമത്തെ വയസ്സിൽ 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും തന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതായിട്ട് കണ്ട ആ സ്വപ്നം, അത് സാക്ഷാത്കരിക്കുന്നത് മിസ്റിൽ വെച്ച് പിതാവും 11 സഹോദരങ്ങളൊക്കെ വന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന സന്ദർഭം. അതിനുശേഷം മിസ്റിലെ വലിയ രാജകീയമായ ജീവിതം നയിക്കുകയായിരുന്നു യാക്കൂബ് നബിയുടെ മക്കൾ അഥവാ ബനു ഇസ്രായേൽ. നമ്മൾ സാധാരണ ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയായ സാദാത്തുക്കളെ, തങ്ങന്മാരെ ബഹുമാനിക്കുന്നത് പോലെ ആ കാലഘട്ടത്തിൽ മിസ്റിലുള്ള എല്ലാ ആളുകളും ബനു ഇസ്രായേലിനെ അംഗീകരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. എന്തുകൊണ്ട്? യാക്കൂബ് നബിയുടെ മക്കളാണ്, പ്രവാചകന്റെ സന്താന പരമ്പരയാണ് എന്നുള്ള നിലയിൽ. അങ്ങനെ വലിയ സാദത്തുക്കളായി തങ്ങൾമാരായിട്ട് തന്നെ രാജകീയമായി ജീവിച്ചു. പക്ഷേ അതിനിടയിൽ വന്ന ഭരണാധികാരികൾ മാറി മാറി വന്നപ്പോൾ ഒരുപാട് ഫറോവമാർ മിസ്ർ ഭരിച്ചിട്ടുണ്ട്. ആ ഫറോവമാരുടെ കല്ലറകളാണല്ലോ നമ്മൾ ലോക അത്ഭുതങ്ങളിൽ തന്നെ ഒന്നായിട്ട് ഈജിപ്തിലെ പിരമിഡുകൾ അറിയപ്പെടുന്നത്.
അങ്ങനെയുള്ള ഒരുപാട് ഫറോവമാർ വന്നു. ആ കൂട്ടത്തിൽ ഒരു ഫറോവ റാംസിസ് രണ്ടാമൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, അയാളെയാണ് ഖുർആൻ ഫിരൗൻ എന്ന് വിശേഷിപ്പിച്ചത്, ഖുർആൻ ലഅനത്ത് ചെയ്തത്, അല്ലാഹു തആല ശപിച്ചിട്ടുള്ളത്. ഇയാള് അധികാരവും കിരീടവും ഏറ്റെടുത്തതോടുകൂടി ബനു ഇസ്രായേലിന്റെ കഷ്ടപ്പാടുകൾ ആരംഭിക്കുകയാണ്. അവിടെ മുതലാണ് ബനു ഇസ്രായേലിനെ രണ്ടാം കിട പൗരന്മാരായി ചിത്രീകരിക്കുന്നത്. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയതുപോലെയുള്ള ഒരു പോളിസിയാണ് ഫിർഔൻ എന്ത് ചെയ്തു? ജനതയെ രണ്ടായി തരംതിരിച്ചു. ഏത് ഭരണാധികാരിയും അവരുടെ ഭരണം നിലനിർത്താൻ, അവർക്ക് അധികാരം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന വലിയൊരു വഞ്ചനയാണ് ഒരു സമൂഹത്തെ വേർതിരിക്കുക, വർഗീയമായി അവരെ വേർതിരിക്കുക എന്നുള്ളത്. ഫിർഔൻ ചെയ്ത പരിപാടി അതാണ്. മിസ്റിലെ ജനങ്ങളെ രണ്ടാക്കി, അഥവാ മിസ്റിലെ യഥാർത്ഥ പൗരന്മാർ കിബിത്തികളാണ് എന്നും ബനു ഇസ്രായേൽ വരുത്തന്മാരാണ്, വിദേശികളാണെന്നും അവർ ഇവിടെ കടന്നുകൂടിയവരാണെന്നും പറഞ്ഞിട്ട് അവരെ രണ്ടാം കിട പൗരന്മാരായി ചിത്രീകരിച്ച് ബനു ഇസ്രായേലിനെതിരെ അക്രമങ്ങൾ അവർ അഴിച്ചുവിടാൻ തുടങ്ങി ഫിർഔൻ. ഇന്ന ഫിർഔന അലാ ഫിൽ അർള്, വിശുദ്ധ ഖുർആൻ ആ ഫിർഔനിന്റെ ക്രൂരതയെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന ഫിർഔന അലാ ഫിൽ അർള്, ഫിർഔൻ ഭൂമിയിൽ വലിയ ദൈവമായി, വലിയ ഭരണാധികാരിയായി, ധിക്കാരിയായി, വജഅല അഹ്ലഹാ ശിയഅ, ആ മിസ്റിലെ അവന്റെ ജനതയെ അവൻ പല വിഭാഗങ്ങളാക്കി. യസ്തദിഉ ത്വായിഫതൻ മിൻഹും, ഒരു വിഭാഗത്തെ അവൻ പാർശ്വവൽക്കരിച്ചു, മർദ്ദിത വിഭാഗമാക്കി. യുദബ്ബിഹു അബ്നാഅഹും, അവരിൽ ജനിക്കുന്ന ഓരോ ആൺകുഞ്ഞിനെയും അവർ കൊന്നുകളഞ്ഞു. വയസ്തഹീ നിസാഅഹും, അവിടുത്തെ സ്ത്രീകളെ അവൻ അവന്റെ ജോലികൾക്ക്, താഴ്ന്ന തരം ജോലികൾക്ക് വേണ്ടി അവൻ അവരെ വിനിയോഗിച്ചു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ ഭൂമിയിൽ ഇങ്ങനെ അക്രമങ്ങളോ അനീതിയും കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, മുഹറം മാസത്തിൽ നമ്മൾ ഈ ചരിത്രം പറയുമ്പോൾ എങ്ങനെയാണ് മുഹറം 10 നോമ്പ് വന്നത് എന്നതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നമ്മൾ വിശുദ്ധമായ ഖുർആന്റെ വെളിച്ചത്തിൽ ആ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കണം. ഏത് കാലഘട്ടത്തിലും ഭരണാധികാരികൾ അവർ ധിക്കാരികളായി മാറുമ്പോൾ ജനതകളെ വർഗീയമായി ചിത്രീകരിച്ച്, അത് മതത്തിന്റെ പേരിലോ വർഗത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ ചിത്രീകരിക്കുമ്പോൾ അവർക്ക് ഭരണം എളുപ്പമാകും. നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത്, എത്രയോ വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നതും ഈ ഒരു അവസ്ഥയാണ്. വർഗീയമായി മനുഷ്യരെ തരംതിരിക്കുമ്പോൾ ഭരണാധികാരികൾക്ക് ഭരണം എളുപ്പമാകും. ഈ തന്ത്രം ഫിർഔൻ ലോകത്ത് കാട്ടിയതാണ്. എന്നിട്ട് അവൻ പറഞ്ഞതിനെ റബ്ബുക്കുമുൽ അലാ, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൈവമെന്ന് സ്വയം വിശേഷിപ്പിച്ച ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അങ്ങനെ അവൻ വാനലരിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. അവൻ ഭൂമിയിൽ മനുഷ്യനെ ഇങ്ങനെ ക്രൂരമായി ബനു ഇസ്രായേലിനെ മർദ്ദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അവരെ അരികുവൽക്കരിച്ചുകൊണ്ട് താഴ്ന്ന നിലയിൽ അവരെ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എക്കാലഘട്ടത്തിലും എല്ലാ അധികാരികൾക്കും ഇങ്ങനെ വാണരലാൻ കഴിയില്ല. അള്ളാഹു ഇടപെടും. എവിടെയും അങ്ങനെ തന്നെ. കുറച്ചുനാൾ അള്ളാഹു തലവരെ കയറൂരി വിടും, കുറച്ചുനാൾ അള്ളാഹു തലവരെ വെറുതെ വിടും, അവരെ ഒന്ന് വിട്ടുനോക്കുമല്ല. പക്ഷേ കുറെ കാലം കഴിയുമ്പോൾ ഏത് ഭരണാധികാരികളും മുട്ടുകുത്തുന്നതാണ്. എത്രയോ സ്വേച്ഛാധിപതികൾ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്വേച്ഛാധിപതിയായ ധിക്കാരിയായ ഭരണാധികാരി ഫിർഔൻ, അവൻ ഇങ്ങനെ അക്രമങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കെ അള്ളാഹു ഇടപെടുന്നു. ആ ബനു ഇസ്രായേലിനെ ഈ മൂസ നബി അലൈഹി ഈ ഫിർഔനിന്റെ കൈകളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ദൗത്യം കൊടുത്തത് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെയാണ്. ആദ്യമായി തൂരി സീന താഴ്വരയിൽ വെച്ച് അല്ലാഹു തആല മൂസ നബി അലൈഹിസ്സലാമിന് നുബുവത്ത് കൊടുക്കുന്നു. ആ നുബുവത്തിന്റെ ദൗത്യം ഏൽപ്പിച്ച ഉടനെ അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക. ഓ മൂസ, ഞാൻ നിങ്ങൾക്ക് പ്രവാചകത്വം തന്നിരിക്കുന്നു. നിങ്ങളുടെ ആദ്യത്തെ ദൗത്യം എന്തെന്നറിയുമോ? മിസ്ർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ധിക്കാരിയായ സ്വേച്ഛാധിപതിയായ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് നിങ്ങൾ കടന്നു പോകണം. ഏതൊരു പ്രവാചകന്റെയും വലിയ ദൗത്യം പ്രിയമുള്ളവരെ നോക്കിക്കോളെ, ഇബാദത്ത് ചെയ്ത് നിസ്കരിച്ച് തന്റെ ജനതയുമായി കഴിഞ്ഞുകൂടലല്ല, അനീതിക്കെതിരെ ശബ്ദിക്കണം, അസമത്വത്തിനെതിരെ പോരാടണം. കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഇർ, ഏറ്റവും വലിയ ജിഹാദും അതാണ്. അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം പറയുക. മൂസ നബിയെ, താൻ ദൈവമാണെന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലണം.
മൂസ നബി അലൈഹി ഇസ്ലാമിന് മറ്റൊരു ചരിത്രമുണ്ട്, നമ്മൾ കേട്ടിട്ടുള്ള ചരിത്രം. ഈ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചോടിയ ആളാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒളിച്ചോടേണ്ടി വന്നയാളാണ്. അതേ ഫിർഔനിന്റെ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് നിങ്ങൾ ചെല്ലണം. ഇന്ന് നിങ്ങൾ സാധാരണക്കാരനായിട്ടോ ഫിർഔനിന്റെ വളർത്തു പുത്രനായിട്ടോ അല്ല പോകുന്നത്. നബിയുള്ളാഹ് അല്ലാഹുവിന്റെ പ്രവാചകനായിട്ട് നിങ്ങൾ കടന്നു ചെല്ലണം. എന്നിട്ട് നിങ്ങൾ പറയണം, അൻഅർസിൽ മഅനാ ബനി ഇസ്രായീൽ. ഈ ബനു ഇസ്രായീലിനെ ഫിർഔനെ നിന്റെ അധികാരത്തിന്റെ, നിന്റെ ചൂഷണത്തിന്റെ, നിന്റെ ധിക്കാരത്തിന്റെ, പീഡനത്തിന്റെ വഴിയിൽ നിന്ന് വിട്ടിട്ട് ബനു ഇസ്രായീലിനെ മോചിപ്പിക്കണം, എന്നോടൊപ്പം വിടണമെന്ന് നിങ്ങൾ പറയുക. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു ചെന്നു. അധികാരത്തിന്റെ എല്ലാ കിരീടവും ചെങ്കോലും താൻ ദൈവമാണെന്ന് വാദിക്കുന്ന ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് മൂസ നബി അലൈഹി സ്വലാം കടന്നു നിന്നിട്ട് പറയുന്നു, അൻഅർസിൽ മഅനാ ബനി ഇസ്രായീൽ. ബനു ഇസ്രായീലിനെ മോചിപ്പിക്കണം. ഈ പീഡിത വർഗത്തെ നിന്റെ അധികാരത്തിൽ, നിന്റെ അക്രമത്തിൽ നിന്ന് മോചിപ്പിക്കുവാനാണ് ഞാൻ വന്നിട്ടുള്ളത്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഇത് പ്രഖ്യാപിക്കുകയാണ്. കൂട്ടത്തിൽ സഹോദരനായ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഉണ്ടായിരുന്നു. എന്താണ് മറുപടി തിരിച്ച് ഫിർഔൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത്? ആ ചരിത്രം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുമായി ബന്ധപ്പെട്ട ആശൂറയുടെ നോമ്പ് മുഹറം 10 ആ ചരിത്രം നമുക്ക് പൂർത്തീകരിക്കാം. അല്ലാഹു തആല ആ ദിവസങ്ങളിൽ നോമ്പെടുക്കുവാനും അതിന്റെ പരിപൂർണമായ പ്രതിഫലം കരസ്ഥമാക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.